ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. നമസ്കാരം പ്രിയരെ, ലളിതം സഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അധ ശ്രീമദ് ഭഗവത്ഗീതായ സാഖ്യയോഗോ നാമ്നേ ദ്വിതീയോധ്യായേ 40 ശ്ലോകഃ. അഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോയം അശോഷ്യ ഏവ ച നിത്യസർവഗതസ്ഥാണുർ അചലോയം സനാതനഃ. വീണ്ടും ആത്മാവിൻ്റെ വിശേഷണങ്ങളാണ്. അത് ഏതൊന്നിനാലും ഛേദിക്കപ്പെടാത്തതാണ്, ഏതൊന്നിനാലും ദഹിപ്പിക്കപ്പെടാത്തതാണ്, ഏതൊന്നിനാലും നനയ്ക്കപ്പെടാത്തതുമാണ്. അപ്രകാരം തന്നെ അത് നിത്യമാണ്, എല്ലായിടത്തും സഞ്ചരിക്കുന്നതാണ്, വ്യതിയാനം വരുത്തുവാനാവാത്തതാണ്, അചലമാണ്, ശാശ്വതമാണ്. ഇനി നാമത്തിലേക്ക് പോകാം. നാമം 468. വജ്രേശ്വരി. വജ്രത്തിൻ്റെ ഈശ്വരിയായിട്ടുള്ളത് ഏതൊരു ശക്തിയാണോ ആ ശക്തിയെ വജ്രേശ്വരി എന്ന് വിശേഷിപ്പിക്കാം. വജ്രത്തിൻ്റെ ഈശ്വരി, വജ്രം പോലെയുള്ള ഈശ്വരി, വജ്രമാകുന്ന ഈശ്വരി, ഇതൊക്കെ അർത്ഥത്തിൽ വരും കേട്ടോ. വജ്ര എന്ന വാക്കിന് നമുക്കറിയുന്ന വജ്രായുധത്തിനും അല്ലെങ്കിൽ വജ്രത്തിനു പുറമേ വഴങ്ങാത്തത്, നിർബന്ധ ബുദ്ധിയുള്ളത്, കഠിനമായ, വളഞ്ഞു പൊളഞ്ഞത്, മുള്ളുകളുള്ള എന്നൊക്കെ അർത്ഥങ്ങളാണ്. വജ്രം എന്ന് കേൾക്കുമ്പോൾ പരിചിതമായിട്ടുള്ളത് വജ്രായുധമാണ് അല്ലേ. വജ്രായുധം എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും മിന്നലിനെ ഓർമ്മ വന്നേക്കാം. എന്തുകൊണ്ടാണ്? ദേവേന്ദ്രൻ്റെ ആയുധത്തെ അങ്ങനെയാണ് പല കഥകളിലും കാണിച്ചിരിക്കുന്നത്. മിന്നൽ പോലെ ഋജുവല്ലാതെ ഉണ്ടാവും അതങ്ങനെ. വിസ്ഫോടനത്തിനു ശേഷം കൂർത്ത അഗ്രഭാഗത്തോടെ കാണപ്പെടുന്ന പ്രഭയാണ് ഇടിമിന്നൽ. സൃഷ്ടിയുടെ ആവേഗങ്ങളിൽ അത് പ്രവഹിക്കുകയാണ്, ആരുടെയും അധീനതയിലല്ലാതെ അതിങ്ങനെ പ്രവഹിച്ചു പോവുകയാണ്. ഭൂമിയിൽ അത് കൊള്ളിമീനായിട്ടോ വളഞ്ഞു പൊളഞ്ഞുള്ള അത്യന്തം തീക്ഷ്ണമായിട്ടുള്ള പ്രകാശരശ്മിയായിട്ടോ ആണ് വരുന്നത്. സൃഷ്ടിയുടെ ആ വിസ്ഫോടനം നടന്നു കഴിയുമ്പോൾ പിന്നെ അത് ആർക്കും വഴങ്ങാത്തതായി മാറി. അതായത് സൃഷ്ടിയിലേക്കുള്ള അതിൻ്റെ പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അത് ഏതെങ്കിലും ഒരു ആധാരത്തിലെത്തുമ്പോൾ മാത്രമേ നിയന്ത്രണ വിധേയമാകുന്നുള്ളൂ. അങ്ങനെയുള്ള ആധാരമാണ് അതിൻ്റെ ലക്ഷ്യം. അതിനായിട്ടാണ് ഋജുവല്ലാത്ത പാതകളിലൂടെയൊക്കെ അതിന് സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്നത്. ഇതിനെ വൈദിക ഭാഷയിലൂടെ നോക്കുമ്പോൾ നേരത്തെ നമ്മൾ 15 തിഥി ദേവതമാരെ കുറിച്ച് പറഞ്ഞിരുന്നു. ശ്രീചക്രത്തിൻ്റെ അതിദേവതമാരായിട്ടാണ് ആ ദേവതകളെ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിൽ 6ാമത്തെ തിഥിദേവതയുടെ പേരാണ് മഹാവജ്രേശ്വരി എന്നത്. സൃഷ്ടിയുടെ സഞ്ചാരത്തെ സുഗമമാക്കുകയാണ് എന്നതാണ് വജ്രേശ്വരി ദേവിയുടെ കർമ്മം. ശ്രീചക്ര ആരാധനയിൽ ഏറ്റവും ഉള്ളിലെ ത്രികോണത്തിൽ ആരാധിക്കപ്പെടുന്ന ദേവിയും കൂടെയാണ് വജ്രേശ്വരി. ജാലന്ധരസ്ഥിത എന്ന നാമം ഓർക്കണം. നാമം 378. അതിൽ മഹാവജ്രേശ്വരി എന്ന നാമത്തെയാണ് പരാമർശിച്ചത്. ജാലന്ധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം വജ്രങ്ങളുടെ എല്ലാം ഈശ്വരിയാണ്. സ്വരം പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രണ വിധേയമാകുന്നില്ല അല്ലേ. കൂടാതെ ഇന്ദ്രന് വജ്രായുധം നിർദ്ദേശിച്ചത് ഈ ദേവതയാണ്. അതായത് ദധീജി മഹർഷിയെ സമീപിക്കുവാനും ആയുധത്തിൻ്റെ ആവശ്യം അറിയിക്കുവാനും ഇന്ദ്രന് തോന്നിയത് വജ്രേശ്വരി മൂലമാണ്. പിന്നീട് ദധീജി ദേവിയിൽ ലയിക്കുകയും അദ്ദേഹത്തിൻ്റെ അസ്ഥികളാൽ ഇന്ദ്രന് വജ്രായുധം ലഭിക്കുകയും ചെയ്തു. വിസ്താരപൂർവ്വം നമുക്ക് ഈ കഥ വജ്രണി എന്ന നാമം എത്തുമ്പോൾ പറയാം. കൂടാതെ ശ്രീപുരത്തിൽ 11ാമത്തെയും 12ാമത്തെയും പ്രാകാരങ്ങളുടെ ഇടയ്ക്ക് വജ്ര എന്ന പേരിൽ ഒരു നദി ഒഴുകുന്നുണ്ട് എന്നാണ് സങ്കല്പം. ആ നദീതീരത്ത് അരേണ്യങ്ങളുടെ കളകളാരവം ശ്രവിച്ചുകൊണ്ട് ഇന്ദ്ര ആരാധ്യയായിട്ട് വിരാജിക്കുന്ന ദേവീ ശക്തിയാണ് വജ്രേശ്വരി. ഈ വജ്രായുധത്തിൻ്റെ തത്വം മഹോപനിഷത്തിൽ എങ്ങനെയാണ് പ്രസ്താവിച്ചിരിക്കുന്നതെന്ന് നോക്കൂ. ഉത്ഥിതാനുത്ഥിതാനേത്യാൻ ഇന്ദ്രിയാനീൻ പുനഃ പുനഃ ഹന്യാത് വിവേകദണ്ഡേന
വജ്രേണേവ ഹരിർഗിരേ. വജ്രായുധങ്ങളാൽ പർവ്വതങ്ങളെ അരിഞ്ഞു വീഴ്ത്തിയതുപോലെ വീണ്ടും വീണ്ടും ഉദിച്ചുകൊണ്ടേയിരിക്കുന്ന ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ വിവേകമാകുന്ന ദണ്ഡിനാൽ ഇങ്ങനെ ഹനിച്ചുകൊണ്ടേയിരിക്കണം. പണ്ട് പർവ്വതങ്ങൾക്ക് ചിറകുകളുണ്ടായിരുന്ന കഥ പ്രസിദ്ധമാണ് അല്ലേ? ഇങ്ങനെ ചിറകുകളുണ്ടായിരുന്നത് മൂലം അവ ഇങ്ങനെ തോന്നിയിടത്തൊക്കെ പറന്ന് നടക്കുകയായിരുന്നു. അവയുടെ ഭീമാകാരമായ ശരീരം കൊണ്ടുള്ള പറക്കൽ നിമിത്തം അനവധി ജീവികൾക്ക് ജീവഹാനി നഷ്ടപ്പെടുകയും മുനിമാർക്ക് ഒരിടത്തിരുന്ന് സമാധാനമായിട്ട് തപസ് ചെയ്യുവാൻ സാധിക്കാതെയുമായി. തുടർന്ന് ദേവേന്ദ്രനാണ് തൻ്റെ വജ്രായുധം കൊണ്ട് പർവ്വതങ്ങളുടെയെല്ലാം ചിറകരിഞ്ഞു വീഴ്ത്തിയത്. സമുദ്രത്തിൽ ഒളിച്ചിരുന്നത് മൂലം മൈനാകപർവ്വതം മാത്രം രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് ഇന്ദ്രനെ പേടിച്ച് ഇന്നും മൈനാകം സമുദ്രത്തിൽ തന്നെ കഴിയുകയാണ് എന്നുള്ള ശ്രുതി വന്നത്. നാമം 748 എത്തുമ്പോൾ അല്പം കൂടെ വിസ്താരപൂർവ്വം നമുക്ക് ഈ കഥയെ സമീപിക്കാം. കഥകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പർവ്വതങ്ങൾ എന്നത് ഭാരമേറിയ ഇന്ദ്രിയ മോഹങ്ങളാണ് എന്നത് സ്പഷ്ടമാണ്. അവയുടെ ചിറകുകളാണ് വജ്രായുധമാകുന്ന യോഗശക്തിയാൽ ഇന്ദ്രൻ അരിഞ്ഞു വീഴ്ത്തിയത്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഉണരുവാൻ തുടിക്കുന്ന ഇന്ദ്രിയ മോഹങ്ങളുടെ ചിറകുകൾ തൻ്റെ ജ്ഞാനത്താൽ താൻ തന്നെ എന്നേക്കുമായി അരിഞ്ഞു വീഴ്ത്തണം. അങ്ങനെയുള്ള ജ്ഞാനേശ്വരിയാണ് വജ്രേശ്വരി. ബ്രഹ്മജ്ഞാനം എന്ന വജ്രായുധമുണ്ടെങ്കിൽ സംസാരമാകുന്ന ചില്ലിനെ മുറിച്ചു മാറ്റുവാൻ അനായാസം സാധിക്കുന്നതാണ്. നാമത്തിൻ്റെ സാങ്കത്യം അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ വിവേകത്തെയാണ് അവിടെ ഉണർത്തേണ്ടത്. നാം അവിടെ അവസാനിപ്പിക്കാം. നാമത്തിലെ ചിന്ത നിയന്ത്രണ വിധേയമായിട്ടുള്ള ഇന്ദ്രിയങ്ങളായിരിക്കണം. ആ ഇന്ദ്രിയങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഈ സംസാര സാഗരത്തിൽ അനായാസം നീന്തിക്കിടക്കുവാൻ സാധിക്കുകയുള്ളൂ. നമസ്കാര ശബ്ദം. ഓം വജ്രേശ്വരീ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരീ.